Hello everyone, I hope all are fine. I am Anish MP, vocational teacher, Government Vocational Higher Secondary School, Madai, Kannur. Dear students, in this session we are going to discuss the following. What is inventory? Concepts of inventory in manufacturing and trading concern, important inventory records, different methods of inventory valuation, and important techniques of inventory valuation. So let us see one by one. ആദ്യമായി എന്താണ് ഇൻവെൻ്ററി എന്ന് നോക്കാം. വാട്ട് ഈസ് ഇൻവെൻ്ററി? ഇൻവെൻ്ററി ഈസ് ആൻ ഇന്നവിറ്റബിൾ പാർട്ട് ഓഫ് ഓൾ ട്രേഡിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ. Inventory refers to all the items of goods, merchandise and materials held by a business for selling in the market to earn a profit. It is classified as short-term assets or current assets since it is usually liquidated within a year. ഒരു വർഷത്തിനുള്ളിൽ വിറ്റ് പണമാക്കി ലാഭമുണ്ടാക്കാൻ പറ്റുന്ന ഗുഡ്സുകളെയോ മർക്കൻഡൈസുകളെയോ മെറ്റീരിയൽസിനെയോ ആണ് പൊതുവായി ഇൻവെൻ്ററി എന്ന് വിളിക്കുന്നത്. സ്ഥാപനം ഈ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും മാർക്കറ്റിൽ വിപണനം ചെയ്യുകയും അതുവഴി ലാഭമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള എല്ലാ വസ്തുക്കളും ഒരു വർഷത്തിനുള്ളിൽ വിൽപ്പന ചെയ്ത് ലാഭമുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിനെ കറണ്ട് അസറ്റ് അഥവാ ഷോർട്ട് ടേം അസറ്റ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തി ഇരിക്കുന്നത്. ഒരു മാനുഫാക്ചറിംഗ് സ്ഥാപനത്തിൽ ഇൻവെൻ്ററി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് നോക്കാം. ഇൻവെൻ്ററി ഇൻ എ മാനുഫാക്ചറിംഗ് കൺസേൺ. In a manufacturing concern, inventory is typically broken down into three categories. What are they? Material, work in progress and finished goods. ഒരു മാനുഫാക്ചറിംഗ് കൺസേൺ ആണ് നിങ്ങൾ ഇവിടെ എടുക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഇൻവെൻ്ററി കൊണ്ട് അർത്ഥമാക്കുന്നത് മൂന്ന് വ്യത്യസ്ത ടേമുകളാണ്. ഒന്ന്, അസംസ്കൃത വസ്തുക്കൾ, അതായത് റോ മെറ്റീരിയൽ. രണ്ടാമത്തത് വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, നിർമ്മാണത്തിലിരിക്കുന്ന പാതിഘട്ടം പിന്നിട്ട അസംസ്കൃത വസ്തുക്കളെന്നോ അല്ലെ പൂർത്തിയാകാനിരിക്കുന്ന വസ്തുക്കളെന്നോ നമുക്ക് വിളിക്കാം. മൂന്നാമത്തത് ഫിനിഷ്ഡ് ഗുഡ്സ്, അത് പൂർണ്ണമായും വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. ഇങ്ങനെ മൂന്ന് എലമെൻറ്റുകൾ ചേർന്നതാണ് ഇൻവെൻ്ററി എന്ന പദം കൊണ്ട് മാനുഫാക്ചറിംഗ് കൺസേൺ അർത്ഥമാക്കുന്നത്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. നമ്പർ 1, റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ മീൻസ് ദ മെറ്റീരിയൽസ് ഇൻറ്റൻഡ് ടു ബി കൺസ്യൂംഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ദേ ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് to make a finished product. For example, timber in case of furniture, leather in case of shoes. These are the examples of raw materials. ഒരു ഉൽപ്പന്ന നിർമ്മാണത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കളെയാണ് റോ മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു ഫർണിച്ചറാണ് നിർമ്മിക്കുന്നത് എങ്കിൽ ഫർണിച്ചർ നിർമ്മിക്കാൻ ആവശ്യമുള്ള അസംസ്കൃത വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വുഡ്, മരം. ഇനി ഒരു ഷൂസാണ് നിങ്ങൾ നിർമ്മിക്കുന്നതെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തുവാണ് ലെതർ. ഇങ്ങനെയുള്ള അസംസ്കൃത വസ്തുക്കളെ നമുക്ക് ഉപയോഗപ്പെടുത്തിയാൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാം. നമ്പർ 2, വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് കൺസിസ്റ്റ് ഓഫ് ഓൾ പാർഷ്യലി ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ദാറ്റ് എ മാനുഫാക്ചറർ പ്രൊഡ്യൂസസ്. It is the semi-finished goods waiting for completion in a manufacturing process. It is a semi-finished goods waiting for completion in a manufacturing process. ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ പാതി കംപ്ലീറ്റ് ആയ ഉൽപ്പന്നങ്ങളെ അല്ലെങ്കിൽ മെറ്റീരിയൽ എന്ന സ്റ്റേജിൽ നിന്ന് വിട്ട് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ന സ്റ്റേജിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് വിളിക്കുന്നത്. അതായത് ഇവ റോ മെറ്റീരിയൽ അല്ല, എന്നാൽ ഫിനിഷ്ഡ് ഗുഡ്സും അല്ല. ഇവയ്ക്ക് മധ്യയാണ് ഇവരുടെ സ്ഥാനം. അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് തേർഡ് എലമെൻ്റായ ഫിനിഷ്ഡ് ഗുഡ്സ് എന്താണെന്ന് നോക്കാം. ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സ് ആർ ദ ഗുഡ്സ് ഓർ പ്രൊഡക്ട്സ് ദാറ്റ് ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് the manufacturing process
and are ready for sale. They are the end products of a manufacturing process. ഒരു മാനുഫാക്ചറിംഗ് പ്രോസസ്സിൻ്റെ അവസാന ഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പൂർണ്ണമായ ഉൽപ്പന്നങ്ങളെയാണ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് എന്ന് വിളിക്കുന്നത്. This product can be used directly by the consumer as it is the finished. അപ്പോൾ എന്താ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്? They are the end products of a manufacturing process that can be directly consumed by the end user. അപ്പോൾ inventory consists of these three elements. What are they? Material, work in progress and finished goods. Managing each of this category is very crucial for success in any business. Now let's move on to what is the meaning of inventory in the context of a trading concern. In trading concern, the meaning of inventory changes slightly. അപ്പോൾ മാനുഫാക്ചറിങ് കൺസേണിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് അല്പം വ്യത്യാസത്തോടു കൂടിയാണ് ട്രേഡിംഗ് കൺസേണിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഇൻവെൻട്രി എന്ന പദം ഉപയോഗിക്കുന്നത്. മാനുഫാക്ചറിങ് കൺസേണിൽ 3 എലമെൻറ്റുകളുടെ ആകത്തുകയാണ് ഇൻവെൻട്രി എങ്കിൽ ട്രേഡിംഗ് കൺസേണിലേക്ക് വരുമ്പോൾ അതിൽ വെറും ഫിനിഷ്ഡ് ഗുഡ്സ് മാത്രമാണ് ഇൻവെൻട്രിയുടെ ഡെഫിനിഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇൻവെൻട്രി ഇൻക്ലൂഡ്സ് ഓൺലി മർക്കൻഡൈസ് ഇൻവെൻട്രി. Merchandise is the finished goods that have been purchased from a supplier and which are ready for immediate resale. For example, furniture sold at a wholesaler or cloth sold at a retailer. വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 100% ഫിനിഷായ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇൻവെൻട്രി എന്ന ഡെഫിനിഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് മാനുഫാക്ചറിംഗ് കൺസേണിലും ട്രേഡിംഗ് കൺസേണിലും ഇൻവെൻട്രിക്ക് കൊടുത്തിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള മീനിങ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അടുത്തതായി അക്കൗണ്ടൻസിയിൽ കോമൺ ആയി കാണുന്ന 3 പദങ്ങളാണ് സ്റ്റോർ, സ്റ്റോക്ക് ആൻഡ് ഇൻവെൻട്രി. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് ഈസ് ഈച്ച് ഓഫ് ദം. എന്താണ് സ്റ്റോഴ്സ്, എന്താണ് സ്റ്റോക്ക്, എന്താണ് ഇൻവെൻട്രി? The direct and indirect materials purchased and held as a stock to be used for different work are called stores. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള ഡയറക്റ്റും ഇൻഡയറക്റ്റുമായ മെറ്റീരിയൽ ഒരു സ്റ്റോറിനകത്ത് സൂക്ഷിച്ചു വെച്ചാൽ അത്തരത്തിലുള്ള ഡയറക്റ്റ് ഇൻഡയറക്റ്റ് മെറ്റീരിയലുകളെ കോമൺ ആയി വിളിക്കുന്ന പേരാണ് സ്റ്റോഴ്സ്. അവ ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. The finished goods remaining unsold are called stock. Stock of finished goods നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി നിർമ്മിച്ചതിന് ശേഷം വിൽക്കാതെ ഗോഡൗണിൽ കിടക്കുന്നുണ്ട് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, സിംപ്ലി സ്റ്റോക്ക്. എന്നാൽ ഇൻവെൻട്രിയുടെ മീനിങ് അതിനപ്പുറത്താണ്. The term inventory covers all the items, stores, work in progress and ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ സ്റ്റോറിനകത്തുള്ള സ്റ്റോഴ്സുകളുടെ കൂട്ടത്തെയും വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കൂട്ടത്തെയും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കൂട്ടത്തെയും ചേർന്ന് വിളിക്കുന്ന പേരാണ് ഇൻവെൻട്രി. നെക്സ്റ്റ് ടോപ്പിക്, ഇൻവെൻട്രി കൺട്രോൾ. വാട്ട് ഈസ് ഇൻവെൻട്രി കൺട്രോൾ? Inventory control refers to a systematic control over the purchasing, storing and using of inventory to have a minimum possible cost of inventory. It ensures continuous flow of inventory for use in production. Improper inventory management can lead to increase in storage cost, working capital crunch and wastage of labor, etc. എന്താണ് ഇൻവെൻട്രി കൺട്രോൾ? അതായത് ഇൻവെൻട്രി വാങ്ങിക്കുന്ന സമയത്തും അവ സ്റ്റോർ ചെയ്യുന്ന സമയത്തും അവൻ പ്രൊഡക്ഷന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന സമയത്തും അനുവർത്തിക്കേണ്ട നിയന്ത്രണങ്ങളെയാണ് ഇവിടെ ഇൻവെൻട്രി കൺട്രോൾ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. മാത്രമല്ല സുഗമമായ പ്രൊഡക്ഷന് വേണ്ടി വേണ്ടത്ര ഇൻവെൻട്രി ഉണ്ട് എന്ന് ഉറപ്പാക്കുകയും അത് ആവശ്യാനുസരണം പ്രൊഡക്ഷൻ സെൻറ്ററിന് ലഭ്യമാക്കുകയും വേണം. കൃത്യമായ ഇൻവെൻട്രി കൺട്രോൾ ഇല്ലാതെ വന്നാൽ അത് വർക്കിംഗ് ക്യാപിറ്റൽ ക്രൈസിസിലേക്കും അതുപോലെ തന്നെ സ്റ്റോറേജ് കോസ്റ്റ് ഉയർത്തുന്നതിലേക്കും അതുപോലെ അനാവശ്യമായ മറ്റു ചെലവുകളിലേക്കും നയിക്കും. ഇതാണ് ഇൻവെൻട്രി കൺട്രോൾ കൊണ്ട് നമ്മൾ ഇവിടെ അർത്ഥമാക്കുന്നത്. അടുത്തതായി നമുക്ക് എന്തൊക്കെയാണ്
സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ള ഇൻവെൻ്ററി റെക്കോർഡ്സ് എന്ന് നോക്കാം. An inventory recording system has to deal with the recording of physical quantities of stock and its valuation. Stores ledger is one of the important inventory records used for recording the movement of stores and its value. മെറ്റീരിയലുകളുടെ അഥവാ ഇൻവെൻട്രിയുടെ മൂവ്മെൻറ്റും അവയുടെ വിലയും രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട റെക്കോർഡുകളെയാണ് ഇൻവെൻട്രി റെക്കോർഡ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇൻവെൻട്രി വാങ്ങിക്കുന്ന സമയത്തും അവ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തും അവയുടെ ക്വാണ്ടിറ്റിയും വാല്യൂയും രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ബുക്കുകളെയാണ് ഇൻവെൻട്രി റെക്കോർഡ്സ് എന്ന് വിളിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻവെൻട്രി റെക്കോർഡാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. എന്താണ് സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് നമുക്ക് പരിശോധിക്കാം. സ്റ്റോഴ്സ് ലെഡ്ജർ ഈസ് എ സബ്സിഡറി ലെഡ്ജർ മെയിൻറ്റെയിൻഡ് ബൈ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. This ledger contains separate accounts for each type of material. Stores ledger is a record showing receipts, issues and balance of material both in quantity and value. Entries in stores ledger are made from goods received note, material requisition note, etc. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ മെറ്റീരിയലുകളുടെ മൂവ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലെഡ്ജറാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. ഇത് കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൈവശം വെക്കുന്ന ബുക്കാണ്. ഈ ബുക്കിനകത്ത് പല പേജുകളിലായി വ്യത്യസ്തങ്ങളായ മെറ്റീരിയൽസിൻ്റെ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നു അഥവാ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ ഓരോ മെറ്റീരിയലിനും പ്രത്യേകം സ്റ്റേറ്റ്മെൻറ്റുകളാക്കി പ്രിപ്പയർ ചെയ്യുന്ന വലിയ തടിച്ച ബുക്കിനെയാണ് സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. ഈ സ്റ്റോഴ്സ് ലെഡ്ജറിനകത്താണ് വ്യത്യസ്തങ്ങളായ മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻറ്റും അവയുടെ വിലയും നമ്മൾ രേഖപ്പെടുത്തുന്നത്. മെറ്റീരിയൽസ് ഓരോ തവണ വാങ്ങിക്കുമ്പോഴും അവ ആവശ്യാനുസരണം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഇഷ്യൂ ചെയ്യുമ്പോഴും പ്രൊഡക്ഷൻ കഴിഞ്ഞ ശേഷം അവ തിരികെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്റ്റോർ കീപ്പർ അടുത്തേക്ക് വരുമ്പോഴും എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ഈ സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുന്ന റെക്കോർഡിനകത്താണ്. മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന സമയത്തും അവ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യാനുസരണം ഇഷ്യൂ ചെയ്യുന്ന സമയത്തും അത് കഴിച്ച് ബാക്കിയുള്ള മെറ്റീരിയൽ ഹോൾഡ് ചെയ്യുന്ന സമയത്തും സ്റ്റോഴ്സ് ലെഡ്ജറിൽ നാം രേഖപ്പെടുത്തി വെക്കുന്നു. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഗുഡ്സ് റിസീവ്ഡ് നോട്ടിൻ്റെ അടിസ്ഥാനത്തിലും ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സ്റ്റോഴ്സ് റിക്വസിഷൻ നോട്ട് അഥവാ മെറ്റീരിയൽ റിക്വസിഷൻ നോട്ടിൻ്റെ അടിസ്ഥാനത്തിലും ആണ് എൻട്രീസ് ഇതിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. പർച്ചേസിൽ നിന്ന് എത്രയാണോ നമ്മൾ ഇഷ്യൂ ചെയ്തത് അത് കഴിച്ചുള്ള ബാലൻസ് കോളത്തിൽ റെഡി റെഫറൻസായി എല്ലായ്പ്പോഴും നമുക്ക് ലഭ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസിനെ കുറിച്ച് എന്തൊക്കെയാണോ നമുക്കറിയേണ്ടത് ആ വിവരങ്ങളെല്ലാം തന്നെ യഥാസമയം ലഭ്യമാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന മെറ്റീരിയൽസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റെക്കോർഡിനെയാണ് സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. സ്വരാജ് കമ്പനി ലിമിറ്റഡിൻ്റെ സ്റ്റോഴ്സ് ലെഡ്ജറാണ് നിങ്ങൾ ഈ ബോർഡിൽ കാണുന്നത്. ആ സ്റ്റോഴ്സ് ലെഡ്ജർ കാർഡിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് നമുക്ക് മാക്സിമം ലെവൽ, മിനിമം ലെവൽ, റീഓർഡർ ക്വാണ്ടിറ്റി എന്നീ വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു ഭാഗം കാണാം. സ്റ്റോഴ്സ് ലെഡ്ജറിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നെയിം ഓഫ് ആർട്ടിക്കിൾ, കോഡ് നമ്പർ, അതുപോലെ തന്നെ ബിൻ നമ്പർ എന്നിവ രേഖപ്പെടുത്താനുള്ള ഒരു ഭാഗമുണ്ട്. സ്റ്റോഴ്സ് ലെഡ്ജറിൻ്റെ താഴോട്ട് വരുമ്പോൾ 3 വലിയ കോളമാണ് നമ്മൾ കാണുന്നത്. റെസിപ്റ്റ്സ് കോളം, ഇഷ്യൂ കോളം ആൻഡ് ബാലൻസ് കോളം. റെസിപ്റ്റ്സ് കോളത്തിലെ ഫസ്റ്റ് കോളം കാണിക്കുന്നത് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് നമ്പറാണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻസ്പെക്ടിംഗ് ക്ലർക്ക് ഗുഡ്സുകളെല്ലാം ഫിസിക്കലി വെരിഫൈ ചെയ്തതിന് ശേഷം ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യും. ആ നോട്ടിനെ വിളിക്കുന്ന പേരാ ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. അത് സ്റ്റോർ കീപ്പർക്ക് അയച്ചു കൊടുക്കും. അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു കോപ്പി അയച്ചു കൊടുക്കും. അങ്ങനെ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടിയ ആ കോപ്പി അടിസ്ഥാനമാക്കിയിട്ടാണ് റെസിപ്റ്റ്സ് കോളം ഫില്ല് ചെയ്യുന്നത്. ആ നോട്ടിൻ്റെ നമ്പറാണ് GR നമ്പറായിട്ട് അവിടെ എഴുതുക. പിന്നീട് വാങ്ങിച്ച ക്വാണ്ടിറ്റി, അതിൻ്റെ റേറ്റ്, അങ്ങനെ ക്വാണ്ടിറ്റി റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എമൗണ്ട് ആക്കിയതിന് ശേഷം റെസിപ്റ്റ്സ് കോളത്തിലെ എമൗണ്ട് കോളത്തിൽ എഴുതും. അതുപോലെ തന്നെ രണ്ടാമത്തെ കോളം ഇഷ്യൂ കോളം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മെറ്റീരിയൽ ആവശ്യപ്പെട്ടിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവർ കൊടുത്തയക്കുന്ന നോട്ടിൻ്റെ പേരാ സ്റ്റോഴ്സ് റിക്വസിഷൻ നോട്ട്. ആ സ്റ്റോഴ്സ് റിക്വസിഷൻ നോട്ടിൻ്റെ നമ്പർ ആദ്യത്തെ കോളത്തിൽ എഴുതും, ഇഷ്യൂ കോളത്തിൽ. അതിനുശേഷം എത്ര ക്വാണ്ടിറ്റി ആവശ്യപ്പെട്ട് ആ ക്വാണ്ടിറ്റി റെക്കോർഡ് ചെയ്യും.
റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എമൗണ്ട് കോളത്തിൽ നമ്മൾ എമൗണ്ട് കാണിക്കും. പർച്ചേസ് ചെയ്തതിൽ നിന്ന് എത്ര ക്വാണ്ടിറ്റി ആണോ ഇഷ്യൂ ചെയ്ത് അതും കഴിച്ച് ബാലൻസ് കോളത്തിൽ എത്ര ക്വാണ്ടിറ്റി ആണോ ഉള്ളത്, എത്ര റേറ്റാണ് അതിൻ്റെ കൺസൈൻമെൻറ്റ് റേറ്റ് എത്രയാണ്, അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് റെഡി ആയിട്ട് അറിയാൻ പറ്റും. ഇങ്ങനെ ഓരോ റെസീപ്റ്റ്സിലും ഓരോ ഇഷ്യൂയിലും എൻട്രി രേഖപ്പെടുത്തി ബാലൻസ് എല്ലായ്പ്പോഴും റെഡി റെഫറൻസായി നമുക്ക് തരുന്ന ഇമ്പോർട്ടൻ്റ് ലെഡ്ജറാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. ഇനി നമുക്ക് മെത്തേഡ്സ് ഓഫ് ഇൻവെൻട്രി വാല്യുവേഷൻ ഓർ പ്രൈസിംഗ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോർ കൺവീനിയൻസ്, all the methods of inventory valuations are broadly classified into 3 categories: historical cost method, net realizable value method, and non-historical cost method. In historical cost method, we have the following divisions of method like FIFO method, LIFO method, simple average method, and weighted average method. In non-historical classification, we have the following divisions: standard price method, adjusted selling price method, latest purchase price method, etc. ഓരോന്നും എന്താണെന്ന് പരിശോധിക്കാം. എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ്? In historical cost method, an inventory is valued at its original cost at which it was purchased. The actual cost valuation has a significant role in accounting. The important historical cost methods are: first one, FIFO method; second one, LIFO method; third one, simple average method; and fourth one, weighted average method. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട മെത്തേഡുകളാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗത്ത് ഇതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ വിശദമായി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോയിൽ നമ്മൾ തിയറിറ്റിക്കൽ പാർട്ട് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ഓർ FIFO മെത്തേഡ്. Under this method, the materials received first are issued first at its original cost. After the completion of the first lot, the second lot is issued, and so on. That is, materials are issued in the order in which they are received in the stock. Thus, closing stock is valued at the latest market price. This method is considered more suitable in times of falling പ്രൈസസ്. FIFO മെത്തേഡ് ഒരു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡാണ്. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം ഏത് മെറ്റീരിയലാണോ സ്റ്റോറിലേക്ക് എത്തിയത് ആ ക്രമത്തിലായിരിക്കും മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഇഷ്യൂ ചെയ്യുക. ആദ്യം വന്ന മെറ്റീരിയൽ ആദ്യം ഇഷ്യൂ ചെയ്യുന്ന രീതിയിലാണ് സ്റ്റോഴ്സ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്കിൽ ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് FIFO മെത്തേഡ്. 3 തവണ മെറ്റീരിയൽസ് വാങ്ങിച്ച് എങ്കിൽ ആദ്യം വാങ്ങിച്ച മെറ്റീരിയൽ ആദ്യം കൊടുക്കുകയും അത് തികയാതെ വന്നാൽ രണ്ടാമത് വാങ്ങിച്ച മെറ്റീരിയലിൽ നിന്ന് എടുക്കുകയും അതും തികയാതെ വന്നാൽ മൂന്നാമത് വാങ്ങിച്ച മെറ്റീരിയലിൽ നിന്ന് എടുക്കുകയും അങ്ങനെ ഇഷ്യൂ പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ FIFO മെത്തേഡ് എന്നാണ് വിളിക്കുക. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ അവസാനം വന്ന ലേറ്റസ്റ്റ് കൺസൈൻമെൻ്റ് പ്രൈസിനായിരിക്കും ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുക. എന്തൊക്കെയാണ് FIFO മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. എളുപ്പത്തിൽ മനസ്സിലാക്കാം, എളുപ്പത്തിൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ദി ക്ലോസിംഗ് സ്റ്റോക്ക് റിഫ്ലെക്ട്സ് ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസുമായി ബന്ധപ്പെടുത്തിയ വാല്യൂ ആയിരിക്കും. തേർഡ് വൺ, ഇറ്റ് ഈസ് വെരി സ്യൂട്ടബിൾ ഫോർ പെരിഷബിൾ ഗുഡ്സ്. വളരെ പൊടുന്നനെ മോശമായി പോകുന്ന ഫ്രാജൈൽ കമോഡിറ്റിയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് FIFO മെത്തേഡാണ്. ഫോർത്ത് വൺ, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഇൻ ടൈംസ് ഓഫ് ഫോളിംഗ് പ്രൈസസ്. വാങ്ങിക്കുന്ന മെറ്റീരിയലിൻ്റെ വില ഓരോ തവണ വാങ്ങിക്കുമ്പോഴും മെറ്റീരിയലിൻ്റെ വില കുറഞ്ഞു വരുന്ന കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് FIFO മെത്തേഡ്. സെക്കൻഡ് വൺ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ഓർ LIFO മെത്തേഡ്. Under this method, materials received last are issued first. After the completion of the latest lot, the previous lot is then issued to production department and so on. Thus, materials are issued at the latest consignment prices and hence closing stock is valued at the oldest consignment prices.
This method is considered more suitable in times of rising prices. എന്താണ് ലിഫോ മെത്തേഡ്? പലതവണ വാങ്ങിച്ച ഇൻവെൻട്രിയിൽ നിന്ന് ഏറ്റവും അവസാനം വാങ്ങിച്ച ഇൻവെൻട്രിയാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യമായി ഇഷ്യൂ ചെയ്യുന്നത്. അത് പോരാതെ വന്നാൽ ഈ അവസാനം വാങ്ങിച്ചതിന് തൊട്ട് മുന്നേ ഉള്ള ഇൻവെൻട്രി കൂടി ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഇഷ്യൂ ഏറ്റവും അവസാനത്തെ ഇൻവെൻട്രിയിൽ നിന്ന്, പിന്നീട് അതിൻ്റെ തൊട്ട് മുകളിലെ ഇൻവെൻട്രിയിൽ നിന്ന്, പിന്നീട് അതിൻ്റെ തൊട്ട് മുകളിലെ ഇൻവെൻട്രിയിൽ നിന്ന്, ഇങ്ങനെയാണ് ഇഷ്യൂ നടക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ഇഷ്യൂ മെത്തേഡിനെയാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ ഏറ്റവും ഓൾഡസ്റ്റ് കൺസൈൻമെൻറ്റ് പ്രൈസിനായിരിക്കും അത് ചെയ്യുക. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ലിഫോ മെത്തേഡ് ഉപയോഗിക്കേണ്ടി വരും. സ്റ്റോക്ക് വാല്യൂഷൻ ഏറ്റവും ഓൾഡസ്റ്റ് കൺസൈൻമെൻറ്റ് പ്രൈസിനാവുമ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതുകൊണ്ട് പ്രോഫിറ്റബിലിറ്റി കുറയുന്നു, ടാക്സ് ലാബിലിറ്റി കുറക്കാൻ പറ്റും. ടാക്സ് ലാബിലിറ്റി കുറഞ്ഞു കിട്ടുന്നതിന് വേണ്ടി ലിഫോ മെത്തേഡ് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുന്നു. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ലിഫോ മെത്തേഡ്? ഫസ്റ്റ് വൺ, ഇഷ്യൂ പ്രൈസ് വിൽ റിഫ്ലക്ട് ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ഓരോ തവണ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നതും മാർക്കറ്റിലെ വിലക്ക് തുല്യമായ വിലക്കായിരിക്കും. നമ്പർ ടു, മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് അറ്റ് ദ ആക്ച്വൽ പ്രൈസ്. മാർക്കറ്റിലെ വിലയും ഇഷ്യൂ ചെയ്യുന്ന വിലയും ഏതാണ്ട് ഒരേ വില തന്നെയായിരിക്കും. അപ്പോൾ ആക്ച്വൽ പ്രൈസിന് തന്നെയാണ് മെറ്റീരിയൽസ് കൊടുക്കുന്നത് എന്ന് പറയാം. തേർഡ് വൺ, ഇറ്റ് വിൽ ബി പോസിബിൾ ടു ഫിക്സ് സെല്ലിംഗ് പ്രൈസ് ഈസിലി. ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ വില നിർണ്ണയിക്കാൻ എളുപ്പമാണ്. കാരണം എന്താ, ഏറ്റവും ലാസ്റ്റ് ഇഷ്യൂ ചെയ്ത മെറ്റീരിയൽസിൻ്റെ വില വെച്ചിട്ടാണ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് എളുപ്പമായിരിക്കും. ഫോർത്ത് വൺ, ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഇൻ ടൈംസ് ഓഫ് റൈസിംഗ് പ്രൈസസ്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഓരോ തവണ വാങ്ങുന്ന മെറ്റീരിയലിൻ്റെയും വില ഉയർന്നുയർന്ന് പോവുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് ലിഫോ മെത്തേഡ്. ഇനി നമുക്ക് തേർഡ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. സിമ്പിൾ ആവറേജ് മെത്തേഡ്. Under this method, the issue price is calculated by averaging the unit prices, that is, by dividing the total of unit prices of material in stock from which materials are issued by the number of prices entering the calculation. Simple average price methodil സ്റ്റോക്കിൽ ലഭ്യമായ കൺസൈൻമെൻറ്റുകളുടെ പ്രൈസുകളുടെ ഏവറേജ് എടുത്തിട്ടാണ് ഇഷ്യൂ പ്രൈസ് കാണുന്നത്. ഉദാഹരണത്തിന് സ്റ്റോക്കിൽ 3 കൺസൈൻമെൻറ്റുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. 3 കൺസൈൻമെൻറ്റുകളുടെയും പ്രൈസുകൾ തമ്മിൽ കൂട്ടി 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സിമ്പിൾ ആവറേജ് പ്രൈസ് കാണുന്നു. ഈ പ്രൈസ് ഉപയോഗിച്ചാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ഈ മെത്തേഡിനെ സിമ്പിൾ ആവറേജ് മെത്തേഡ് എന്ന് വിളിക്കാം. എന്തൊക്കെയാണ് സിമ്പിൾ ആവറേജ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് അടുത്തതായി പരിശോധിക്കാം. ഫസ്റ്റ് വൺ, ദിസ് മെത്തേഡ് ഡസൻറ്റ് ഇൻവോൾവ് മച്ച് ക്ലറിക്കൽ വർക്ക്. സെക്കൻഡ് വൺ, it is the mixed form of market price and cost price method. Third one, it gives good result when the price do not fluctuate widely. These are the 3 important advantages of this method. നാലാമത്തെ മെത്തേഡായ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. What is weighted average method? Under this method, the issue price of material is calculated by dividing the value of material in stock by the quantity of material in stock. This method is suitable when there are wide fluctuations in the price of materials. For weighted average method, how do you calculate the weighted average price? ബാലൻസ് കോളത്തിൽ ലഭ്യമായ മെറ്റീരിയലിൻ്റെ വാല്യൂവെ ക്വാണ്ടിറ്റി കോളത്തിലുള്ള സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് കാണുന്നത്. ഇങ്ങനെ കിട്ടുന്ന പ്രൈസ് ഉപയോഗിച്ചിട്ടാണ് മെറ്റീരിയൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ഈ മെത്തേഡിനെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് പറയാം. എന്തൊക്കെയാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്സിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ, അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. It is the best method when prices fluctuate widely. വളരെ വലിയ വ്യത്യാസത്തിൽ മെറ്റീരിയൽ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ മെത്തേഡായിരിക്കും ഏറ്റവും അഭികാമ്യം. ഇറ്റ് ഡസൻറ്റ് ഇൻവോൾവ് കോംപ്ലക്സ് കാൽക്കുലേഷൻ. ഒട്ടും കോംപ്ലക്സ് അല്ലാത്ത കാൽക്കുലേഷനിലൂടെ തന്നെ നമുക്ക് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. തേർഡ് വൺ, ന്യൂ പ്രൈസ് ഈസ് റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ഓൺലി വെൻ എ ന്യൂ കൺസൈൻമെൻറ്റ് ഈസ് റിസീവ്ഡ്.
പുതിയ കൺസൈൻമെൻറ്റ് വരുന്ന മുറയ്ക്ക് മാത്രമേ പുതിയ ഒരു വെയ്റ്റഡ് ആവറേജ് പ്രൈസ് കാണേണ്ട ആവശ്യമുള്ളൂ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് മെത്തേഡ്സ് ഓഫ് ഇൻവെൻട്രി വാല്യുവേഷനെ കുറിച്ചാണ്. ഇനി എന്താണ് ടെക്നിക് ഓഫ് ഇൻവെൻട്രി വാല്യുവേഷൻ എന്ന് നോക്കാം. നമുക്ക് പ്രധാനമായും രണ്ട് ഇൻവെൻട്രി വാല്യുവേഷൻ ടെക്നിക്കുകളാണുള്ളത്. പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റം എന്നും പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം എന്നും വിളിക്കാം. എന്താണ് പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റം? It is a system of inventory valuation where the inventory account is updated on a periodic basis, usually once in a year. At the end of the year, inventory is physically counted and the value of closing stock is ascertained for the purpose of preparation of final accounts. ഇവിടെ പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റത്തിൽ ഒരു വർഷത്തിൻ്റെ എൻഡിൽ മാത്രമാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് അഥവാ വെരിഫൈ ചെയ്യുന്നത്. ഒരു പീരീഡിൻ്റെ എൻഡിൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി സ്റ്റോക്ക് ഫിസിക്കലി കൗണ്ട് ചെയ്യുകയും അതിൻ്റെ വാല്യൂ കണ്ടെത്തുകയും ബുക്ക് ഓഫ് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ആ സിസ്റ്റത്തെ പീരിയോഡിക്കൽ ഇൻവെൻട്രി സിസ്റ്റം എന്ന് വിളിക്കാം. ഒരു വർഷത്തിൻ്റെ എൻഡിൽ മാത്രമാണ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വലിയ സ്ഥാപനങ്ങൾക്ക് ഈ രീതിയിലുള്ള സ്റ്റോക്ക് വെരിഫിക്കേഷൻ അഭികാമ്യമല്ല. Now let's move on to perpetual inventory system. എന്താണ് perpetual inventory system? It is a system of recording stores balance after every receipts and issue to facilitate regular checking and to avoid closing down of factory for stock taking. The basic objective of this system is to make available the details regarding quantity and value of inventory at any time. An essential feature of this system is continuous stock taking. Bin card and stores ledger are two important perpetual inventory records. പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഓരോ റെസിപ്റ്റിനും ഇഷ്യൂവിനും ശേഷം മെറ്റീരിയൽസിൻ്റെ വാല്യുവേഷൻ നടക്കുകയും അതിൻ്റെ സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് അതിൻ്റെ ക്വാണ്ടിറ്റി റെഡി ഫിഗറായി ബുക്ക് ഓഫ് അക്കൗണ്ടിൽ എല്ലാ സമയത്തും ലഭ്യമായിരിക്കും. ബിൻ കാർഡ് പോലുള്ള സ്റ്റോഴ്സ് ലെഡ്ജർ പോലുള്ള പ്രധാനപ്പെട്ട ഇൻവെൻട്രി റെക്കോർഡ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റത്തിൽ കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് സാധ്യമാകുന്നത്. സ്റ്റോക്ക് എടുപ്പിൻ്റെ ഭാഗമായി സ്ഥാപനങ്ങൾ ക്ലോസ് ചെയ്യുകയോ മറ്റൊരു ക്രമീകരണത്തിൻ്റെയോ ആവശ്യം ഇവിടെ ഉണ്ടാവുന്നില്ല. രണ്ടിൻ്റെയും പ്രകടമായ വ്യത്യാസം എന്താണെന്ന് ഒന്നുകൂടി പരിശോധിക്കാം. പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റത്തിൽ ഒരു വർഷത്തിൽ ഒരു തവണ മാത്രമാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്, അതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് വെരിഫൈ ചെയ്യുന്നത്. എന്നാൽ പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഓരോ റെസിപ്റ്റിനും ഇഷ്യൂവിന് ശേഷം സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടക്കുകയും അതിൻ്റെ വാല്യൂ കണക്കാക്കുകയും അങ്ങനെ ബുക്ക് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് മെത്തേഡ്സ് ഓഫ് ഇൻവെൻട്രി വാല്യുവേഷൻ്റെ പ്രോബ്ലവുമായി നമുക്ക് വീണ്ടും കാണാം.